പല ആളുകളും തറാവിഹ് നിസ്കരിക്കുന്ന വിഷയത്തിൽ ജാഗ്രത പുലർത്താത്തവരുണ്ട്. തറാവിഹ് നിസ്കാരം വളരെ ഗൗനിക്കേണ്ട വിഷയമാണ്. തറാവിഹ് നിസ്കരിക്കുന്നവർ മറ്റൊരു കാര്യം, കുറെ കറാഹത്തുകൾ ചെയ്യുന്നുണ്ട്. നമ്മളൊരു നിസ്കാര സുന്നത്താ നിർവഹിക്കുന്നത്, അതിൽ തന്നെ ഒരുപാട് കറാഹത്തുകൾ കടന്നു വരുന്നുണ്ട്. അത് പാടില്ല. അതെന്താ ശ്രദ്ധിക്കേണ്ടത്? സ്ത്രീകളെ ശ്രദ്ധിച്ചോ നല്ലതുപോലെ. ഒന്നാമതായി നമ്മൾ നിയ്യത്ത് വെക്കണം. നിയ്യത്ത് വെക്കാതെ നിസ്കരിച്ച നിസ്കാരം ബാത്തിലാണ്. നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് ഓരോ 2 റക്അത്തുകളിലും നിയ്യത്ത് വേണം. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഇത് മിക്ക ആളുകളും ശ്രദ്ധിക്കുന്നില്ല. എഴുന്നേക്കുന്നു, കൈയ്യൊട്ടുന്നു, നിയ്യത്തൊന്നുമില്ല. അതുകൊണ്ട് കാര്യമില്ല. 20 റക്അത്ത് ഒറ്റയടിക്ക് നിയ്യത്ത് വെക്കുക, അത് പറ്റൂല. കാരണം 2 റക്അത്ത് കഴിയുമ്പോൾ സലാം വിട്ടുന്നതോടെ നിസ്കാരത്തിൽ നിന്ന് ഒഴിവാകുകയാണ്. ഒഴിവായാൽ പിന്നെ അടുത്തതിന് വേറെ നിയ്യത്ത് വേണം. അപ്പൊ തറാവീഹിൽ നിന്നുള്ള 2 റക്അത്ത്, തറാവീഹിൽ നിന്നുള്ള എന്ന് പറയാം, തറാവീഹിന്റെ 2 റക്അത്ത് അങ്ങനെയും പറയാം. എങ്ങനെ ചെല്ലിയാലും പറ്റും. 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആല കൊണ്ട് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കൈകെട്ടുക. നമ്മൾ മലയാളം തന്നെ പറഞ്ഞു പോകുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. വേഗം പറയാൻ ചുരുക്കാൻ. കൈകെട്ടിയാൽ ഉടനെ വജ്ഹത്ത് ഓതൽ സുന്നത്താൻ. മിക്ക ആളുകളും വജ്ഹത്ത് ഓതാറില്ല. വളരെ ശ്രദ്ധിക്കണം. വജ്ഹത്ത് ഓതാതിരുന്നാൽ കറാഹത്താണ്. ഒരു കറാഹത്ത് ചെയ്യുന്നവനായി മാറി. കാര്യമായിട്ട് സുന്നത്തെടുത്തതാണ്. സുന്നത്തെടുത്തപ്പോൾ കറാഹത്ത് കൊട്ടപ്പടി കൊണ്ടുവരികയാണ്. അതുകൊണ്ട് നിർബന്ധമായി ശ്രദ്ധിക്കണം. സഹോദരിമാരടക്കം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവരായിരുന്നാലും ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്നവരായിരുന്നാലും എന്ത് സുന്നത്തുണ്ട്? നമുക്ക് വജ്ഹത്ത് ഓതൽ സുന്നത്തുണ്ട്. ഇമാമൻ ശ്രദ്ധിക്കണം. ഇമാമൻ നിൽക്കുന്നവർ വേഗം തീർത്തിട്ട് പോകാന്ന് പറഞ്ഞിട്ട് വേഗം ഓതി പോകരുത്. നമ്മൾ വജ്ഹത്ത് ഓതണം. വജ്ഹത്ത് പൂർത്തിയാക്കി ഓതിയുന്നില്ല, തറാവീഹാണ്, എല്ലാവർക്കും ക്ഷീണാണ്, പിറ്റേ ദിവസമൊക്കെ ഓടണം എങ്കിൽ എന്ത് ചെയ്തോ അതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക. ഈ വാക്കെങ്കിലും പറയണം എന്ന് പറഞ്ഞ എല്ലാവരും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക. 3 വാക്കേ ഉള്ളൂ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക. കഴിഞ്ഞു. എന്താണ് അതിനർത്ഥം? അല്ലാഹു നിന്നെ സ്തുതിക്കുന്നതിനോടൊപ്പം നിന്നെ വാഴ്ത്തുന്നു, നിന്നെ പുകഴ്ത്തുന്നു എന്നാണ്. വേറൊരർത്ഥം ഇല്ല. ഈ ഒറ്റ വാക്ക് പറയുന്നതോടുകൂടി ആ കറാഹത്ത് അങ്ങ് നീങ്ങി. മാഷാ അല്ലാഹ്. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ടത്, ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് അഊദ് ഓതൽ സുന്നത്താണ്. അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് ഔദ് പതുക്കെ ഓതണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇമാം എന്നിട്ട് പിന്നെ ബാക്കി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതിയാൽ മതി. അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പൊ വജ്ഹത്ത് നിയ്യത്ത് ശ്രദ്ധിക്കണം. നിയ്യത്ത് ശ്രദ്ധത്തിൽ നിസ്കാരം പോയി. കൈകെട്ടിയതിന് ശേഷം എന്തോതണം? ആദ്യം തന്നെ വജ്ഹത്ത് ഓതണം. അത് പൂർത്തിയാക്കാൻ സാധിക്കാത്തവർ എത്രയെങ്കിലും ഓതണം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക. അത്രയെങ്കിലും ചെല്ലണം. ഒന്നുകൂടി എന്ന് പറഞ്ഞ എല്ലാവരും സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക. അതിനുശേഷം അഊദ് ഓതണം. ശേഷം ഫാത്തിഹ ഓതണം. ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്ന മഅ്മൂമീങ്ങൾ ശാഫി മദ്ഹബ് പ്രകാരം നിർബന്ധമായും ഫാത്തിഹ സൂറത്ത് ഓതണം. ലാ സലാത്ത ലിമൻ ലം യഖറഅ ബിഫാത്തിഹത്തിൽ കിതാബ് എന്നാണ്. ഫാത്തിഹ ഓതിയിലെ നിസ്കാരം ശരിയാവൂല. പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 2 റക്അത്തുകളിലും ഫാത്തിഹ ഓതണം. ഇമാമിനോടൊപ്പം ഇമാമിനല്ല ഓതണ്ട, റാഹത്തായിട്ട് കേൾക്കാന്ന് പറഞ്ഞിരുന്നാൽ പോരാ. നീയും ഫാത്തിഹ ഓതണം. ഇമാമ് ഫാത്തിഹ ഓതി തീർന്ന ഉടനെ നീ നിന്റെ ഫാത്തിഹ തുടങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫാത്തിഹ ഓതി തീർക്കാതെ പോകാൻ പാടില്ല. ഇമാം റുക്കൂയിലേക്ക് പോയി, നീ നിന്റെ ഫാത്തിഹ തീർന്നിട്ടില്ല, ഫാത്തിഹ ഓതി തീർത്തിട്ട് പോയാൽ മതി. ഇമാം റുക്കൂയിൽ നിന്ന് എഴുന്നേറ്റു, സമിഅല്ലാഹു ലിമൻ ഹമിദ, നീ നിന്റെ ഫാത്തിഹ ഓതി തീർന്നിട്ടില്ല, ഓതി തീർത്തിട്ട് പോയാൽ മതി എന്ന്. ഇമാം സുജൂദിലെത്തി, നീ നിന്റെ ഫാത്തിഹ ഓതി തീർത്തിട്ട് പോയാൽ മതി. ഇമാം സുജൂദിൽ നിന്ന് ഇടയിലെ ഇരുത്തത്തിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് നീ നിന്റെ ഫാത്തിഹ ഓതിയിട്ട് നീ റുക്കൂയിലേക്ക് എത്തിയാൽ മതി. മനസ്സിലാകുന്നുണ്ടോ? മസല മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇമാമിനേക്കാൾ 3 ഫർളുകൾ കൊണ്ടുവരെ പിന്തൽ അനുവദനീയം. പിന്താൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇമാം അങ്ങ് പോയി, നമ്മളിവിടെ നിൽക്കുക നൃത്തത്തിലാ. ഇമാം ഒരു ഫർള് കഴിഞ്ഞു, ഏതാ? റുക്കൂ. അടുത്ത ഫർള് കഴിഞ്ഞു, ഇഅ്തിദാൽ 2. അടുത്ത ഫർള് കഴിഞ്ഞു, 3ാമത്തെ സുജൂദ്. ഈ 3ാമത്തെ സുജൂദ് എന്ന ഫർളിൽ നിന്ന് ഇമാം ഇടയിലെ ഇരുത്തത്തിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ്, ആ സുജൂദിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരിക്കുന്നതിന് മുമ്പ് നീ അങ്ങോട്ട് പോയാൽ മതി. അങ്ങോട്ട് പോയാൽ മതി. ഫാത്തിഹ ഓതി തീർത്തിട്ട് റുക്കൂയിലേക്ക് വന്നാൽ മതി. അത്ര വരെ പിന്തൽ അനുവദനീയം. സുന്നത്താണെന്നല്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നല്ല. നീ ഫാത്തിഹ ഓതി തീർത്തിട്ട് നിനക്ക് സാവധാനം ഓതി തീർക്കാനുള്ള അവസരം ഉണ്ടെന്ന് പറയാം. ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് ഫാത്തിഹ ഓതാൻ അവസരം കിട്ടിയിട്ടില്ല കേട്ടോ, ഭയങ്കര സ്പീഡായിരുന്നു എന്ന് പറയാറുണ്ട്. എനിക്ക് ഹാജിയാരെ ഇഷ്ടം പോലെ അവസരം കിടക്കുക, ഫാത്തിഹ ഓതി തീർത്തിട്ട് പതുക്കെ വന്നാൽ മതി. ഹാജിയാര് പതുക്കെ ഓതിക്കോ. റുക്കൂ, ഇഅ്തിദാൽ, സുജൂദ്, ഇത്രയും ഫർളുകൾക്ക് ശേഷം അടുത്ത ഫർളിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് നീ എന്തിലേക്ക് വന്നാൽ മതി? റുക്കൂയിൽ വന്നാൽ മതി. അപ്പൊ ഈ ഇമാം എന്താവും? ഇടയിൽ ഇരുത്തത്തിന് അടുത്ത സുജൂദിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ നീ വീണ്ടും 3 ഫർളിനെ തൊട്ട് പിന്താതെ നീ എന്തിലേക്ക് വരണം? സമിഅല്ലാഹു ലിമൻ ഹമിദ വരണം. ഈ രീതിയിൽ പിന്തൽ അനുവദനീയമാണ്. എന്നാൽ മുന്താൻ പറ്റുമോ? ഒറ്റ ഫർള് കൊണ്ട് പോലും മുന്താൻ പാടില്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഫർള് കൊണ്ട് മുന്തിയാൽ നിന്റെ ഖുദ്വത്ത് സഹിയാവൂല, കാര്യം പോവും. അല്ലാഹു ആക്കട്ടെ. ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇമാം അല്ലാഹു അക്ബർ എന്ന് സുജൂദ് പറയുന്നേ ഉള്ളൂ, അപ്പോഴിവൻ താഴെ എത്തി കിടക്കുക. വേഗം വരെ എത്തിയില്ല,
ഇവൻ താഴെ എത്തി സുജൂദി കിടക്കുകയാണ്. ഇമാമ് അല്ലാഹു അക്ബർ എന്നൊരു സമയം ഇങ്ങോട്ട് എഴുന്നേറ്റ് വരുമ്പോൾ ഇവൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇമാം ഇവിടെ എത്തി. ഇമാമ ഒന്ന് കൈ കെട്ടിയിട്ടില്ല. ഇമാം അവിടുന്ന് അള്ളാന്ന് പറഞ്ഞപ്പോഴേ ഇവൻ ബാക്കി ഇവിടെ പറഞ്ഞ് നമ്മൾ പറഞ്ഞോളാന്ന് പറഞ്ഞു. ഇവൻ ഇവിടെ എഴുന്നേറ്റ് വന്നു. അത് തെറ്റാണ്. നിസ്കാരത്തിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ കൈ കെട്ടി റാഇന്റെ ആ സുക്കൂൻ കൊണ്ട് ഉച്ചരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പതുക്കെ അല്ലാഹു അക്ബർ, നമ്മൾ അപ്പോഴാ കൈ കെട്ടണം. ഇമാം അല്ലാഹു അക്ബർ എന്ന് റുക്കൂയിലേക്ക് എത്തി, അനക്കമടങ്ങി ഇമാം റുക്കൂയിലേക്ക് എത്തി എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ തുടങ്ങേണ്ടത് അപ്പോഴാ. റാ പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് നൃത്തത്തിൽ നിന്ന് റുക്കൂയിലേക്ക് പോകേണ്ടത്. ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിൽ വന്ന് അനക്കമടങ്ങി എന്ന് തോന്നിയതിന് ശേഷം വേണം നീ നൃത്തത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് പോവാൻ. സുജൂദിലേക്ക് നീ പോകണമെങ്കിൽ എപ്പോഴാ പോകേണ്ടത്? ഇമാം അങ്ങ് എത്തിയതിനു ശേഷമാണ്. അതാണ് പൂർണ്ണത. മനസ്സിലാകുന്നുണ്ടോ? പൂർണ്ണത എന്നല്ല, അങ്ങനെ ചെയ്താലേ നിസ്കാരം ശരിയാവുള്ളൂ എന്നല്ല. ധൃതി പിടിച്ച് അങ്ങോട്ട് പോയാൽ ഇമാമിനേക്കാൾ മുന്തിയാൽ നിന്റെ തുടർച്ച സഹിയാകാതെ വരും. അത് നിസ്കാരത്തിന്റെ സാധുകതയെ ബാധിക്കും. അല്ലാഹു കാക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇതുപോലെ തന്നെ ഫാത്തിഹ സൂറത്ത് എല്ലാത്തിലും ഓതണം. എല്ലാ റക്അത്തുകളിലും സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നിർബന്ധമായിട്ട് ഓതണം. അങ്ങനെ 20 ഫാത്തിഹ കറക്റ്റായിട്ട് ഓതിയിട്ടുണ്ട്, മനസ്സിലാക്കണം. സൂറത്ത് നിനക്ക് ഓതൽ സുന്നത്താണ്, ഓതിയില്ലേ അത് വിഷയമൊന്നുമില്ല. മാഷാ അല്ലാഹ് ഇമാമിന്റെ ഇതിലോട്ട് ഖിറാഅത്തിലേക്ക് അല്ലാഹു അത് ഉൾപ്പെടുത്തി തരും. ഇനി മസ്ബൂക്കാണ്, പിന്തി തുടർന്നതാണ്. വന്നു കയറിയപ്പോ ഇമാം റുക്കൂയിലേക്ക് അല്ലാഹു അക്ബർ പറഞ്ഞു പോയി. സാധാരണ മനഃപൂർവ്വം അങ്ങനെ പിന്തുന്ന പല ചെറുപ്പക്കാരുണ്ട്. തറാവീഹ് നിസ്കാരത്തിൽ പ്രത്യേകിച്ച് 2 റക്അത്ത് കഴിയുമ്പോൾ ഒന്ന് തുപ്പാൻ പോകും, പിന്നെ ഇമാം റുക്കൂയിലേക്ക് പോകുമ്പോഴേ വരുവുള്ളൂ. എന്നിട്ട് ഓടി ഇങ്ങോട്ട് വന്നിട്ട് നിയ്യത്ത് പോലെ വരുന്ന വഴിക്ക് ചെല്ലിക്കൊണ്ട് വരിക. പകുതി വീട്ടിൽ നിന്നാണ് ഓടി ഇങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് കൈ കെട്ടിയിട്ട് അതൊന്നും പറ്റൂല. അവിടെ വന്ന് നൃത്തത്തിൽ വന്ന് നിന്ന് അനക്കമടങ്ങി നിയ്യത്ത് വെച്ച് റാഹത്തായിട്ട് നല്ല രീതിയിൽ കൈ കെട്ടണം. കൈ കെട്ടി അനക്കമടങ്ങിയതിന് ശേഷം വീണ്ടും അടുത്തത് റുക്കോയിലേക്ക് വരണം. റുക്കോയിൽ വന്ന് അനക്കമടങ്ങണം. അഥവാ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതോടുകൂടി നമ്മൾ അവിടെ നിന്ന് ശാന്തി അടയാണ്. സമാധിയാന്ന് പറയത്തില്ല, അതേപോലെ സമാധി അടഞ്ഞ് അവിടെ വന്ന് നിൽക്കണം. നിന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് ഒരു പ്രാവശ്യമെങ്കിലും പറയണം. ഇമാം അപ്പോഴും റുക്കോയിലുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞതിന് ശേഷമാണ് ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നതെങ്കിൽ നിനക്ക് അറക്കാത്ത് കിട്ടും. ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. ഇത് ഇമാം സമി അല്ലാഹു ലിമൻ എന്ന് പറയുമ്പോൾ ഇവനോട് എല്ലാം പരിപാടി തീർത്തിട്ടുണ്ട്. ഓടി വന്നിട്ട് പറഞ്ഞു തല എന്താ പരിപാടി? എന്നിട്ട് ഇവൻ പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ട്. അറക്കാത്ത് ഒന്നുമില്ല, കിട്ടിയെന്ന് പറയുന്നത് പടച്ചവനുമായിട്ടല്ലേ. ഞങ്ങൾ തീർത്തോളാം ഉസ്താദ് എന്ന് പറയുന്നത്. തീർക്കും. അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ധാരണ എത്തും. അല്ലാഹു മുളക്കാക്കട്ടെ. എന്തായാലും പള്ളി വരുന്നുണ്ട്, ഒളു എടുക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. എന്നാൽ അതൊന്ന് വൃത്തിയായിട്ട് ചെയ്യൽ. അതിനാണ് ഇതിപ്പോ ഇത് പറയുന്നത്. വളരെ ഗൗരവത്തോടു കൂടി പറയാണ്. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ കൊടുക്കുന്ന നിസ്കാരം ആകെ ഉള്ള ഇതാണ്. അത് വൃത്തിക്ക് ചെയ്താൽ ഉറപ്പായിട്ടും വലിയ ഫലവത്താവും. ഒരു സെക്കൻഡ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുന്നതിനാണ് ഈ ധൃതി കാണിക്കുന്നത്. ഇമാം അവിടെ നിസ്കാരത്തിലേക്ക് ഓടി വരാൻ പാടില്ല എന്നാണ്. വളരെ പള്ളിയിൽ പ്രത്യേകിച്ച് ഭവ്യതയോടുകൂടി ചെറിയ സ്പീഡാവാം, ആ റക്അത്തിന്റെ മഹത്വം മാനിച്ച് ജമാഅത്ത് നഷ്ടപ്പെട്ടു എന്ന് പേടിച്ച്, അല്ലാതെ ഓടി വരാൻ പാടില്ല. വന്ന് വളരെ റാഹത്തായിട്ട് നിസ്കരിക്കുക, കൈകെട്ടുക. അത്തഹിയ്യാത്ത് ഓതുക, നിർബന്ധമായി ശ്രദ്ധിക്കണം. അത്തഹിയ്യാത്തിന് ശേഷം നബിക്കും നബിയുടെ കുടുംബാദികളുടെ മേലും സ്വലാത്ത് ഇല്ല. അവസാനത്തെ തഹിയ്യാത്താണല്ലോ. എല്ലാ 2 റക്അത്തുകളും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ആ ഇരുത്തം എങ്ങനെ ഇരിക്കേണ്ടത്? സാധാരണ ഇരുത്താണോ? നമ്മൾ ളുഹറിന് 2 റക്അത്ത് കഴിയുമ്പോൾ ഇരിക്കുന്ന ഇരുത്താണോ അവസാനത്തെ ഇരുത്താണോ? ഏതാ വേണ്ട? തവറുക്കിന്റെ ഇരുത്തം, ഇഫ്തിറാഷിന്റെ ഇരുത്തം, 2 ഇരുത്തമുണ്ട്. ഏതിരുത്താ വേണ്ടത്? അവസാനത്തെ തഹിയ്യാത്തിൽ ഇരുത്താണ് സുന്നത്ത്. എല്ലാ 2 റക്അത്തും നമ്മളൊന്നും അത് ശ്രദ്ധിക്കുന്നില്ല. അല്ലത്തന്നെ ഇരിക്കല് തന്നെ ഇല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ ഉണ്ട് ഈ പൃഷ്ഠഭാഗത്ത് വെക്കാൻ പറ്റുന്ന ഒരു സൈസ് ഒരു സീറ്റ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് ഓൺലൈൻ. ഇപ്പൊ എല്ലാവരും അത് വാങ്ങിക്കൊണ്ടിരിക്കുക. ഇരിക്കുന്നില്ല, അതിന്റെ മേലോട്ട് ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുക. ഇതാ ഇപ്പോഴത്തെ പരിപാടി. അതിന്റെ മേലോട്ട് ഇരിക്കുക, കാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചു വരും. എന്തൊക്കെയാണ് കാണിക്കുക? അല്ലാഹു മുളക്കാക്കുമാറാം. പുതിയ സാധനങ്ങൾ വരിക. എന്തോ ആയിക്കോട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഇതൊക്കെ ഒരു ദിവസം തന്നെ പറയേണ്ട വിഷയമാണ്. പക്ഷെ ഇപ്പൊ പറഞ്ഞതിനാന്ന് പറയാൻ ളുഹർ നിസ്കരിക്കാൻ വരുന്നവർ കൂടി ഉണ്ട്, കറക്റ്റായിട്ട് തറാവീഹ് നിസ്കരിക്കുന്നവർ. അവർ കൂടി ഒന്ന് ശ്രദ്ധിച്ചോട്ടെ എന്ന് കരുതിയിട്ടാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് കഴിഞ്ഞാൽ ഒരു ദുആ കൂടി ഉണ്ട്, അതുകൂടി ശ്രദ്ധിക്കണം. അത്തഹിയ്യാത്ത് ഓതുക. അത്തഹിയ്യാത്തിന് ശേഷം ഇബ്രാഹിമിയ സ്വലാത്ത് പൂർത്തിയാക്കാൻ പറ്റൂല. സാധാരണ നമ്മൾ പൂർത്തിയാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യലില്ല, വേഗം സലാം വീട്ടലാണ്. അപ്പൊ ഇവിടെ സലാത്ത് എന്ത് ചെയ്യണം? അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. എന്നിട്ട് എന്ത് ചെയ്യണം? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്.
നബിക്ക് നബിയുടെ കുടുംബാദികളുടെ മേലും സലാത്തായി. ഇനി അവിടെ കമാ സല്ലൈത പറഞ്ഞ് അത് പൂർണ്ണമാക്കലാണ് ഏറ്റവും നല്ലത്. പക്ഷെ അതിനുള്ള സമയം സാധാരണ തറാവീഹിന് കിട്ടാറില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അതിനുശേഷം ഒരു ദുആ വേണം. അതേതാ ദുആ? എല്ലാ അത്തഹിയാത്തിനും ലാസ്റ്റ് കൊണ്ടുവരുന്ന ദുആ ഉണ്ട്. ഏതാ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹി അദ്ദജ്ജാൽ. നബിതങ്ങൾ പറയുകയാണ്, ഇദാ ഫറഗ്തും മിന തശഹുദിൽ അഖീരി, അവസാനത്തെ തഹിയ്യാത്തിൽ നിന്ന് നിങ്ങൾ എപ്പോൾ വിരമിച്ചാലും ഫതഅവ്വദു മിൻ അർബഈൻ, 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടണേ. 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ നിസ്കാരം വിരമിക്കരുതേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങളുടെ കൽപ്പനയാണ്. ആ കൽപ്പനയ്ക്ക് എതിരി നിൽക്കൽ നല്ലതല്ല. അത് നിസ്കാരത്തിന്റെ കറാഹത്തായി ഇമാമികൾ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അവസാനത്തെ തഹിയ്യാത്തിന് ശേഷം നബി തങ്ങളുടെ മേൽ അവരുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ ദുആ ചെയ്യണേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയെ തൊട്ട് കാവൽ തേടുന്നു അല്ലാഹ്. വമിൻ അദാബിൻ നാർ, നരകീയ ശിക്ഷയെ തൊട്ട് കാവൽ തേടുന്നു അല്ലാഹ്. വമിൻ ഫിത്ന മഹ്യാ വൽ മമാത്ത്, ജീവിച്ചിരിക്കുന്നവരുടെയും ജീവിത കാലഘട്ടത്തിലും മരണാസന്ന വേളയിലുമുള്ള ഏതെല്ലാം ഫിത്നകളുണ്ട് അതിനെ തൊട്ടും കാവൽ തേടുന്നു അല്ലാഹ്. വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് കാവൽ തേടുന്നു അല്ലാഹ്. ഇതുകൂടി പറഞ്ഞിട്ട് വേണം സലാം വീട്ടാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ